ഒരു ചായ കുടിക്കാൻ മൂന്നാർ പോയാലോ കൂട്ടുകാരെ? വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പോകുന്നത് കൊച്ചിയിൽ നിന്ന് മൂന്നാർക്കാണ്. മൂന്നാർ എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം, ഒരു ടൂറിസ്റ്റ് കേന്ദ്രം അല്ലേ ആണ്. പക്ഷെ സാധാരണ എല്ലാവരും മൂന്നാർ പോകുന്നത് ഒരു രാത്രി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ രാത്രികൾ താമസിക്കാനാണ്. പക്ഷേ ഇന്നത്തെ യാത്ര അങ്ങനെയല്ല. നമ്മൾ ഏർലി മോർണിംഗ് പോയിട്ട് തിരിച്ച് കൊച്ചിയിലേക്ക് അന്ന് തന്നെ അതേ ദിവസം തന്നെ ഏകദേശം ഒരു ഉച്ച സമയമാകുമ്പോഴേക്കും തിരിച്ചു വരാനുള്ള പ്ലാനിലാണ്. രാവിലെ ഒരു 4:30 ഇറങ്ങാനായിരുന്നു പ്ലാൻ. പക്ഷെ ഞങ്ങൾ ഇറങ്ങി വന്നപ്പോഴേക്കും ഏകദേശം 4:55 കൊച്ചി ടു മൂന്നാർ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് റൂട്ടാണ്. നമുക്ക് കൊച്ചി, പെരുമ്പാവൂർ, കോതമംഗലം, അടിമാലി അങ്ങനെ പോവാം. അതുകൂടാതെ കൊച്ചി, മൂവാറ്റുപുഴ, കോതമംഗലം, മൂന്നാർ അങ്ങനെയും പോവാം. ഞങ്ങൾ പെരുമ്പാവൂർ റൂട്ടാണ് പോയത്. നിങ്ങളിപ്പോൾ കാണുന്നത് സൂര്യോദയമാണ്. അടിമാലി എത്താറായിരുന്നു. പോകുന്ന വഴി ചെറുതായിട്ട് മഴയും പെയ്തിരുന്നു. രാവിലെ ചായ കുടിക്കാനായിട്ട് ഞങ്ങൾ ഈ നിർത്തിയ സ്ഥലമാണ് ഈ കാണുന്നത്. ഇടുക്കി ടീ ആൻഡ് കോഫി ഷോപ്പ് അടിമാലിക്ക് അടുത്താണ്. മൂന്നാർ എത്താറായപ്പോഴേക്കും നമ്മൾ ചക്രാന്ത പൂക്കളെ കണ്ടു തുടങ്ങിയിരുന്നു. അതാണ് ഈ കാണുന്നത്. റോട്ടിലൊക്കെ വീണ് കിടപ്പുന്നുണ്ട്. നല്ല ഭംഗിയാണ്. ഗ്യാപ്പ് റോഡിൽ പോയി, പക്ഷെ ഗ്യാപ്പ് റോഡിൽ കാര്യമായിട്ടില്ല. ഈ കാണുന്നതാണ് ചക്രാന്ത മരങ്ങൾ. അങ്ങനെ ഒരുപാട് ചക്രാന്ത മരങ്ങളൊന്നുമില്ല. ഒരു മേ ബി ഒരു 10-15 കാണും. വാഗുവര എന്ന സ്ഥലത്താണിത്. മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു 25 കിലോമീറ്റർ മാറിയാണ് വാഗുവര. വാഗുവര നമുക്ക് ഒരു ടീ ഫാക്ടറി ഉണ്ട്. ആ ഫാക്ടറി കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഈ ഒരു ഭാഗം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ നല്ല ഭംഗിയാണ്. പിന്നെ ഏർലി മോർണിംഗ് ആയതുകൊണ്ട് ഒരുപാട് വെയിലൊന്നും ഇല്ല. എന്നാലും സൂര്യപ്രകാശം അത്യാവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ കളറ് ശരിക്കും കിട്ടാത്തത്. അതിനുശേഷം ഞങ്ങൾ നേരെ വാഗുവരെ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ ഒരു ചായ് ബസാറുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ചായ കുടിച്ചത്. അവിടെ ചായയും അത്യാവശ്യം സ്നാക്സും ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടില്ല, ജസ്റ്റ് സ്നാക്സ് മാത്രമേ ഉള്ളൂ. അവിടെ ഇരുന്ന് നമുക്ക് റിലാക്സ് ചെയ്ത് ഈ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുടിക്കാനുള്ള സൗകര്യമുണ്ട്. കാറ് പാർക്ക് ചെയ്യാനും ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇത് തിരിച്ചു പോരുമ്പോൾ ഉള്ള റൂട്ടാണ്. അതേ റൂട്ടിൽ തന്നെയാണ് കേട്ടോ. അതായത് മൂന്നാർ മറയൂർ റൂട്ടിലാണ്. ആ റൂട്ടിൽ തന്നെ നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞ് തിരിച്ചു പോരുകയാണ്. അപ്പോൾ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ചക്രാന്ത മരങ്ങൾ പൂവിട്ട് നിൽക്കുന്നത്. ഭംഗിയുള്ള കാഴ്ചയാണ്. നിങ്ങൾക്ക് ഒരു തവണ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം കണ്ടിരിക്കേണ്ടതാണ്. കാരണം ഈ സമയം, അതായത് ഏപ്രിൽ മാർച്ച് അവസാനത്തോടു കൂടിയാണ് ഇവിടെ പൂക്കുന്നത്. ഇത് വാഗുവര ടീ ഫാക്ടറിയുടെ വ്യൂ ആണ്. റോഡ് സൈഡിൽ തന്നെയാണ്. ഒരു ടീ ഔട്ട്ലെറ്റും ഉണ്ട്. അവിടെ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാം. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് വഴിയിൽ ഒരു കടയിൽ നിന്ന് ബ്രെഡ് ഓംലെറ്റും പിന്നെ നൂഡിൽസും കഴിക്കാൻ തീരുമാനിച്ചു. അതാണ് ഈ കാണുന്നത്. നല്ല ടേസ്റ്റി ആയിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല. ചില ഫോട്ടോസ് ഞങ്ങളുടെ ഇതിനു മുമ്പ് പോയതിൻ്റെയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ആ ഫോട്ടോസും ആ വീഡിയോസുമാണ് ഈ കാണുന്നത്. ഇനി കാണുന്ന ഗ്യാപ്പ് റോഡിലെ ഫോട്ടോസാണ്. ഇത് ഞങ്ങൾ ഇപ്പോൾ പോയതല്ല, ഇതിനു മുമ്പ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പോയ ഫോട്ടോസാണ്. ഗ്യാപ്പ് റോഡ് അതിമനോഹരമാണ്, പറയാൻ വാക്കുകളില്ല. നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോകേണ്ടതാണ്. നിങ്ങൾ ഓൾറെഡി പോയിട്ടുണ്ടെങ്കിൽ ഇനിയും പോകണം. കാരണം ഓരോ സമയത്തും ഓരോ ഭംഗിയാണ് ഈ ഗ്യാപ്പ് റോഡിന്.
ഇതിനു മുമ്പ് പോയപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് പാറക്കാട്ട് റിസോർട്ട്സിലാണ് പോയത്. അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ഉണ്ട്. പക്ഷെ നിങ്ങൾ പോവുകയാണെങ്കിൽ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ട് പോകണം. ചിലപ്പോൾ അവർ സമ്മതിച്ചൊന്നും വരില്ല, കാരണം അവിടെ ഓൾറെഡി ഗസ്റ്റ് ഫുള്ളാണെങ്കിൽ നമുക്ക് അഡ്മിഷൻ ഉണ്ടാവുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ എത്തുന്നതിന് മുമ്പ് അവരെ വിളിച്ച് കൺഫേം ചെയ്തിട്ട് പോവുക. അപ്പോൾ നമ്മുടെ യാത്ര കഴിഞ്ഞു. ഞങ്ങൾ ഏകദേശം 3:30 മണിക്ക് തിരിച്ച് കൊച്ചിയിലെത്തി. പോയ അതേ വഴി തന്നെയാണ് തിരിച്ചു വന്നത്. പിന്നെ ലഞ്ചിന് ഞങ്ങൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ റെസ്റ്റോറൻ്റ് ഉണ്ട് കോതമംഗലത്ത്, അവിടെ നിന്നാണ് ലഞ്ച് കഴിച്ചത്. അതിൻ്റെ വിശേഷങ്ങൾ പിന്നെ ഒരു വീഡിയോയിൽ പറയാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു.